അച്ഛൻ്റെ പേരെന്താ അൻവർ റഷീദ്, അമ്മയുടെ പേരെന്താ ലക്ഷ്മി ദേവി, മോൻ്റെ പേരെന്താ ജീവൻ. അവൻ ഏതു മതമില്ലെന്ന് എഴുതിക്കൊള്ളൂ, ഇഷ്ടമുള്ള മതം അവൻ വളരുമ്പോൾ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന ജനാധിപത്യയുക്തിയുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആശയം കുട്ടികളിൽ പഠിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ആ പേജ് പിൻവലിക്കണം, അല്ലെങ്കിൽ ആ താള് പിൻവലിക്കണം, ആ പാഠഭാഗം പിൻവലിക്കണം എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങിയൊരു സമൂഹമാണ് നമ്മുടേത്. എത്ര പരിഷ്കൃതരെന്ന് നമ്മൾ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പുരോഗമനത്തിൻ്റെ വെളിച്ചം കയറാത്ത അറകൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളും സമുദായങ്ങളുമുള്ള നാടാണ്. ആ സമുദായത്തിൽ നിന്ന് വരുന്ന ആശങ്കയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോൾ ഉടനെ തന്നെ സ്ത്രീയും പുരുഷനും സമത്വരാണോ എന്നൊരു ചോദ്യമാണ് വന്നത്. കൃഷിയിടങ്ങളായി സ്ത്രീ ശരീരങ്ങളെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം എന്ന് ഞാൻ പറയൂ, കാരണം ആ സമുദായത്തിലെയും സമൂഹത്തിലെയും ഒക്കെ ബഹുഭൂരിപക്ഷം ആളുകളും ഉന്നത വിദ്യാഭ്യാസം നേടി പുറം ലോകങ്ങളിൽ പോയി നല്ല ആത്മാഭിമാനത്തോടു കൂടി പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഇപ്പോഴും വെളുക്കാത്ത മനുഷ്യരുള്ള നാട്ടിൽ, ഇപ്പോഴും ഇരുട്ടിൽ തന്നെ